ഇസ്ലാം എന്ന ആശയത്തെ അള്ളാഹു അവതരിപ്പിക്കുന്നത് ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനാണ് എന്ന് പഠിപ്പിക്കുന്ന ആശയമായിട്ടാണ്. അത് അല്ലാഹു ജല്ല ജലാലുവാണ്. ആ റബ്ബിന്റെ റസൂലാണ് പുണ്യ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ദൈവനിഷേധം നടത്തുന്ന പ്രവാചകരെ, അന്ത്യനാളിനെ, അള്ളാഹുവിനെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന തത്വത്തെ അംഗീകരിക്കാത്ത പക്ഷത്തെയാണ് കുഫാർ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. അഷിദ്ദാഉ അലൽ കുഫാർ, ദൈവനിഷേധം അള്ളാഹുവിന്റെ റസൂലിനെ ഏതൊരു ദൗത്യവുമായിട്ടാണോ അള്ളാഹു പറഞ്ഞയച്ചത്, ആ ദൗത്യം നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങൾ വണങ്ങാൻ നിർബന്ധിതരാണ്. ആ പടച്ചവന്റെ അരികത്തേക്ക് നിങ്ങൾ തിരിച്ചു പോകേണ്ടവരാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ഒരു രക്ഷിതാവാണ് നിങ്ങളെ പടച്ചത് മണ്ണിൽ നിന്ന്. മണ്ണിലേക്ക് നിങ്ങളെ തിരിച്ചയക്കും. എന്നിട്ട് മണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടാമത് പുനർജന്മം നൽകി ഒരു വിചാരണയും അള്ളാഹു രക്ഷയും ശിക്ഷയും നൽകാൻ പോകുന്നുണ്ട് എന്ന സത്യമതത്തിന്റെ ചിന്തകളെ നിഷേധിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ കർക്കശ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. കാരണം പ്രപഞ്ചത്തിന്റെ ഉണ്മയിൽ, പ്രപഞ്ചത്തിന്റെ സത്തയായ ആശയങ്ങളിൽ ഏറ്റവും വലുത്, ചർച്ചകളിൽ ഏറ്റവും വലുത്, വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവിന്റെ വിഷയമല്ലേ? ചർച്ചകളിൽ ഏറ്റവും വലിയ ചർച്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ചർച്ചയല്ലയോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതുകൊണ്ട് ദൈവനിഷേധികളായ ആളുകളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ ഗൗരവത്തോടെ തന്നെയാണ് സമീപിക്കുന്നത്.